ഹായ് സുഹൃത്തുക്കളെ, ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറുടെ പരീക്ഷാ തീയതിയൊക്കെ വന്നല്ലേ. സെപ്റ്റംബർ 5-ാം തീയതിയാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത്. ഒരുപാട് പേര് ഒത്തിരി കാലമായിട്ട് കാത്തിരിക്കുന്ന പരീക്ഷയാണ്. അപ്പൊ അതിന്റെ സിലബസ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തിലെ PSCയുടെ പരീക്ഷാ കലണ്ടറോടനുബന്ധിച്ച് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ സിലബസ് വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 613/2025. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും ആദ്യമേ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആശ്വസിക്കാം, കഴിഞ്ഞ തവണ സിലബസിൽ യാതൊരു വിധമായ മാറ്റവും ഇല്ല. സെയിം സിലബസ് തന്നെയാണ്. സെയിം സിലബസ് തന്നെ PSC വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതുവരെ പഠിച്ചു പോകുന്ന ആളുകളെ സംബന്ധിച്ച് അഡ്വാൻറ്റേജ് ആണ്. ഇനി പഠിക്കാനിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന, പഠിച്ചെടുക്കാൻ പറ്റുന്ന സിലബസ് തന്നെയാണ്. പ്രധാനമായിട്ടും 100 മാർക്കിന്റെ പരീക്ഷയിൽ പാർട്ട് 1 ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം 10 മാർക്കിന് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സിൽ തുടങ്ങിയിട്ട് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഗാൽവനോമീറ്റർ, അമ്മീറ്റർ, പിന്നീട് DC ആൻഡ് AC ബ്രിഡ്ജ്, കാഥോഡ് റേ, ഓസിലോസ്കോപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആ ഭാഗത്ത് ഉള്ളത്. 10 മാർക്കിന് ഇലക്ട്രോണിക്സ് ആണ്, ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം ആണ് ഉള്ളത്. പാർട്ട് 1B എന്നുള്ളത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. കഴിഞ്ഞ തവണ പോലെ തന്നെ 10 മാർക്കിന് 5 മാർക്ക് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, അതായത് എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. പിന്നീട് MS ഓഫീസ് ആൻഡ് ഇന്റർനെറ്റ്. MS ഓഫീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് MS വേർഡും ഉണ്ട്, MS എക്സലും ഉണ്ട്, MS പവർ പോയിന്റ് കൊടുത്തിട്ടില്ല. പിന്നെ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ ബേസിക്സ്, വിൻഡോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഇന്റർനെറ്റ്, ഡേറ്റാബേസ് ഓപ്പറേഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഭാഗത്തു നിന്ന് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ എക്സലുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. പിന്നീട് പാർട്ട് 2A എന്നുള്ളത് ഫിസിക്സ് ആണ്. 30 മാർക്കിന് ഫിസിക്സ് ഉണ്ട്. മെഷർമെന്റ് മൊഡ്യൂൾസ് ഒന്നും മാറ്റില്ല. മൊഡ്യൂൾ 1 മെഷർമെന്റ്, മെക്കാനിക്സ്, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. കഴിഞ്ഞ തവണത്തെ സിലബസിൽ ഓരോ മൊഡ്യൂളിലും ഇത്ര മാർക്ക് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 മാർക്ക്, 1 മാർക്ക് വീതമൊക്കെ. ഇത്തവണ അങ്ങനെ മൊഡ്യൂൾ വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇട്ടിട്ടില്ല. ടോട്ടൽ ഫിസിക്സിൽ നിന്ന് 30 മാർക്ക് വരുമെന്നാണ്. അതായത് 30 ചോദ്യങ്ങൾ വരും. അത് എവിടെ നിന്നും എങ്ങനെയും വരാം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് മൊഡ്യൂൾ 4 വരും. മൊഡ്യൂൾ 5 ഒപ്റ്റിക്സ് വരും. മൊഡ്യൂൾ 6 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് കറന്റ് ഇലക്ട്രിസിറ്റി ആണ് അവിടെ വരുന്നത്. മൊഡ്യൂൾ 7ലേക്ക് വരുമ്പോൾ മാഗ്നറ്റിസം വരുന്നുണ്ട്. മൊഡ്യൂൾ 8ലേക്ക് വരുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്. മൊഡ്യൂൾ 9 ഇലക്ട്രോണിക്സ്. മൊഡ്യൂൾ 10 ആറ്റംസ്. അതായത് ഒരു മൊഡ്യൂളിൽ നിന്ന് ഒരു ശരാശരി 2 ചോദ്യം വീതം വരും എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. കെമിസ്ട്രിയിൽ നിന്നും അതുപോലെ 30 മാർക്കാണ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, സോളിഡ് സ്റ്റേറ്റ്, സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, അനലിറ്റിക്കൽ പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ പോളിമേഴ്സ്, കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ്, ഫ്യൂവൽസ്, പ്രൊപ്പല്ലൻസ്, എക്സ്പ്ലോസീവ്സ്, നാനോ മെറ്റീരിയൽസ്, സ്പെക്ട്രോസ്കോപ്പി, എൻവയോൺമെന്റൽ കെമിസ്ട്രി. ഇതാണ് 10 മൊഡ്യൂളുകളായിട്ട് വരുന്നത്. ഇതിലും ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ചോദ്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. മാത്തമാറ്റിക്സിൽ നിന്ന് 20 ചോദ്യങ്ങളാണ്. അതിൽ മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് ഒരു മൊഡ്യൂൾ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 2ാമത്തെ യൂണിറ്റ്. 3ാമത്തെ യൂണിറ്റ് ആയിട്ട് മെൻസുറേഷൻ വരുന്നുണ്ട്. 4ാമത്തെ യൂണിറ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ്, സിസ്റ്റംസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ്, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻഷിയേഷൻ, ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇങ്ങനെ 10 യൂണിറ്റുകളാണ് മാത്തമാറ്റിക്സിൽ നിന്ന് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് 30, 60, 20, 80 മാർക്ക് അവിടെയായി. പിന്നീട് 10 മാർക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്നുണ്ട്. 10 മാർക്ക് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റത്തിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് 100 മാർക്കിന്റെ പരീക്ഷയാണ്. അപ്പൊ ഇനി ഉള്ള സമയം വളരെ ആത്മാർത്ഥതയോടുകൂടി പഠിക്കുക. സെപ്റ്റംബർ 5-ാം തീയതിയാണ് പരീക്ഷ. ഇപ്പൊ ജൂലൈ എന്താവാറായി, ഓഗസ്റ്റ്, സെപ്റ്റംബർ അല്ലെ, ഒരു 2 മാസം തികച്ച് അത്രയില്ല നമ്മുടെ കയ്യിൽ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇതിപ്പോ ജൂൺ 24, ഞാൻ ഡേറ്റ് പറഞ്ഞ് തെറ്റിപ്പോയി, ജൂൺ 24-ാണിത്. ഇനി ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ അല്ലെ. അപ്പൊ ജൂലൈയിലും ഓഗസ്റ്റിലും ഒരു 60 ദിവസം നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ പഠിക്കുക. 60 ദിവസം കൃത്യമായിട്ട് ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ നല്ലൊരു സ്കോർ നേടി ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറായി തീരാൻ സാധിക്കും. ഐപ്ലസിന്റെ ക്രാഷ് ബാച്ച് അവൈലബിൾ ആണ്. അതുൽ സാർ നയിക്കുന്ന ക്രാഷ് ബാച്ചിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കണ്ടാൽ നമ്പറിൽ വിളിച്ചിട്ട് അഡ്മിഷൻ എടുക്കുക. ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഒട്ടും വൈകണ്ട, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.